ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വേഗം പോയി തയ്യാറാക്കിക്കോളൂ കേട്ടോ. ചെറുതായി അരിഞ്ഞ വെണ്ടയ്ക്കയിലേക്ക് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇറച്ചി മസാലപ്പൊടി, ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. 1.5 സ്പൂണ് ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണേ. എല്ലാ പൊടികളും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യണം. അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തുകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ കുറച്ച് വെള്ളത്തിൻ്റെ പോരായുണ്ട്, അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം പാർന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 5 മിനിറ്റൊക്കെ മതി. ഇതിൽ കുറച്ചും കൂടി വെള്ളം പാരുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ആദ്യമായാണ് നമ്മളിത് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. എന്നിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നല്ല ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ പാരുക. ഉള്ളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സേവിങ് പാത്രത്തിലേക്ക് വിളമ്പാം. ഒരു ചോറിൻ്റെ കൂടെ കറുമുറാന്ന് കഴിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.